ഐശ്വര്യ, ഈ വി ഡി സതീശൻ ഒരു ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ബോംബ് എന്ത് വന്നാലും ഒരു നാട്ടക്കഥയാവാൻ സാധ്യതയില്ല, ഈ ഗർഭക്കഥയൊന്നും ആവാനുള്ള സാധ്യതയില്ല, കുറവാണ്. മറ്റെന്തോ അഴിമതിക്കഥയാണ് എന്നാണ്, അങ്ങനെ ഒരു അഴിമതിക്കഥയുടെ മണം കൊണ്ട് അങ്ങനെ ഒരു റൂമർ കേൾക്കുന്നുണ്ട്. എന്താ പറയുന്നത്? വി ഡി സതീശൻ ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ, പൊട്ടിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ സൈബർ മീഡിയയിൽ കിടന്നിട്ട് ഇതാവുന്നുണ്ട്. പക്ഷേ വി ഡി സതീശൻ പറഞ്ഞത് ആദ്യം നമ്മൾ വിചാരിച്ചു വെച്ചാൽ കൃഷ്ണകുമാറിൻ്റെ ഒരു വിഷയമാണെന്നുള്ള രീതിയിൽ, അത് നനഞ്ഞ പടക്കമായി പോയി എന്നുള്ള രീതിയിലും തിരിച്ചടികൾ വന്ന്. പക്ഷേ വി ഡി സതീശനെ പോലെ ഒരാളെ ഇത്രയും ചങ്കൂറ്റത്തോടു കൂടി ഒരു വെല്ലുവിളി നടത്തണം എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇതുപോലൊരു ചെറിയ കഥയാവാനുള്ള ചാൻസ് കുറവാണ്. ഇത്രയും വി ഡിനെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു രീതിയിൽ കൈ ചൂണ്ടിക്കൊണ്ടൊക്കെ അത്രയും ചങ്കുറപ്പോട് കൂടിയിട്ടുള്ളൊരു വെല്ലുവിളി തന്നെയായിരുന്നു കണ്ടത്. കാണാൻ പോകുന്നേ ഉള്ളൂ, ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ഒരു ബോംബ് പൊട്ടിക്കും, നിങ്ങൾ അറിയും എന്ന് പറയുന്ന ആ ഒരു കോൺഫിഡൻസ് ലെവൽ മനസ്സിലാക്കുമ്പോൾ അതൊരു ചെറിയൊരു നനഞ്ഞ പടക്കമാകാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ കൃത്യമായും കാര്യങ്ങൾ പഠിച്ച് പറയുന്ന ഒരാൾ കൂടിയാണ് വി ഡി. അപ്പോൾ വി ഡിയെ പോലെ ഒരാൾ പറയുമ്പോൾ നമ്മൾ അതിൽ എന്തെങ്കിലും ഒന്ന് ഗൗരവത്തോടെ നമ്മളും കാണണം. ആ ഒരു പേടി CPM ഉണ്ടാവുകയും ചെയ്യും. മിക്കവാറും ഇല്ലെന്ന് പറഞ്ഞാലും അകത്തൊരു പേടി ഉള്ളിൽ തട്ടിയിട്ടുണ്ടാവണം. അത്രയും ഷാർപ്പായിട്ടുള്ള ഒരു വെല്ലുവിളി തന്നെയായിരുന്നു നടത്തിയത്. അതെ, ഉറപ്പായിട്ടും അവിടെ ഉണ്ടാവും. പിന്നെ അവിടെ എല്ലാവരും നല്ലവരായ ഉണ്ണിമാരായതുകൊണ്ട്, അതെ, നല്ലവരായ ഉണ്ണിമാർ ഒരുപാടുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് ഏത് വഴിക്ക് പണി വരും എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും അത് കെ മുരളീധരൻ ഇന്നലെ പറയുകയുണ്ടായി. എന്തായാലും അത് കൃഷ്ണകുമാറിൻ്റെ വിഷയമല്ല വി ഡി പറഞ്ഞത്, അത് മുഖ്യമന്ത്രിയുടെ തന്നെ അഴിമതി കഥകളാണ് പുറത്ത് വരാൻ പോകുന്ന ആ ബോംബ് എന്നുള്ളതാണ് ഇന്നലെ കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അഴിമതി കഥകൾ ഇനി പുറത്ത് വന്നാലും ഇത് വലിയ കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്കില്ല. ബിക്കോസ് ഇത്രയും നമ്മൾ കണ്ടതാണ്, ഇത്രയും വലിയ അഴിമതികൾ പുറത്ത് വന്നു കഴിഞ്ഞു, മകളെ ഉൾപ്പെടെ SFIO റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞു, എന്നിട്ടും അവിടെ യാതൊരു വിധത്തിലുള്ള കുലുക്കവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ പാർട്ടിക്കെതിരെ വരണം എന്നുണ്ടെങ്കിൽ, മുഖ്യമന്ത്രിക്ക് അത്രയും പൊള്ളുന്ന രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ അത് അതിലും വലുത്, അതുക്കും മേലെ എന്തോ ഒന്നാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റൂമറുകൾ പല രീതിയിൽ പോകുന്നുണ്ട്. സഖാക്കന്മാർ തന്നെ അത് എന്താണെന്ന് തിരഞ്ഞ് രംഗത്ത് വന്നിട്ടുമുണ്ട്. ഇപ്പോൾ പുറമേ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അവരുള്ളിൽ അവരെ തന്നെ തിരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നീ ആണോടാ എന്നുള്ള രീതിയിൽ അകത്തൊരു പരക്കം പാച്ചിൽ അവർ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് എന്തായാലും. അപ്പോൾ ഇടയ്ക്കൊരു കേട്ടൊരു റൂമർ എന്ന് പറയുന്നത്, ഇപ്പോൾ പുറത്ത് വരുന്നത്, അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകുമായിരിക്കാം. ഇപ്പോൾ വി ഡി പറയുന്ന ആ ബോംബ് മുഹമ്മദ് റിയാസിന് നേരെയുള്ള എന്തോ ഒന്നാണ്. അതും ഇതേ ഒരു അത്യാവശ്യം മുഹമ്മദ് റിയാസിൻ്റെ ഒരു പാസ്റ്റ് നമുക്കറിയാം, ആദ്യ ഭാര്യയെ ഉപദ്രവിച്ചതും കാര്യങ്ങളുമൊക്കെ. അപ്പം മുഹമ്മദ് റിയാസ് അത്ര നല്ല പുള്ളിയാണ് എന്നുള്ളൊരു അഭിപ്രായം കേരളത്തിന് ഉണ്ടാവാൻ ചാൻസും ഇല്ല. പാളയം മാർക്കറ്റിൽ 50 രൂപയ്ക്ക് പെണ്ണുങ്ങളെ കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇപ്പം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, രാഹുലിനെതിരെ നടത്തിയ സമ്മേളനത്തിൽ പറയുകയുണ്ടായി, ഒരു സ്ത്രീയെ, അതും ഗർഭിണിയെ കൊല്ലുമെന്നും അടിനാഭിക്ക് ചവിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുത്തൻ പക്ക ക്രിമിനലാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ കൃത്യമായിട്ടും മകളെ കല്യാണം കഴിച്ചു കൊടുത്ത ആള് പക്കാ ക്രിമിനലാണ് എന്നുള്ളത് തന്നെയാണ്. കൃത്യമായിട്ടും ആ ലേഡി നേരത്തെ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്, കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, അടിനാഭിക്ക് ചവിട്ടിയതും അവരോട് ഇങ്ങനെ പറഞ്ഞതും ഒക്കെ അവർ പബ്ലിക് മീഡിയയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രി പക്കാ ക്രിമിനൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വി ഡി അതിന് കൊടുത്ത മറുപടിയും അങ്ങനെ തന്നെയാണ്. ഒരു വിരൽ എനിക്ക് നേരെ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരലുകളും മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് എന്നുള്ളത് മറക്കണ്ട എന്നുള്ളത്. അപ്പോൾ അതിലും ഒരു സൂചന കിടപ്പുണ്ടത് മുഹമ്മദ് റിയാസിനെ തന്നെ അല്ലേ എന്നുള്ളത്. അപ്പോൾ മുഹമ്മദ് റിയാസിനെതിരെയുള്ള എന്തോ ഒരു ബോംബാണ് ഈ പുറത്ത് വിടാൻ പോകുന്നത് എന്നാണ് നമുക്ക് കിട്ടിയ ഒരു രഹസ്യ സോഴ്സ് വഴി നമുക്ക് കിട്ടിയ ഒരു വിവരവും. അതെ, അപ്പോൾ നമ്മളുടെ അന്വേഷണത്തിൽ മനസ്സിലായിടത്തോളം അത് മുഹമ്മദ് റിയാസിനെതിരെ ഉള്ളതാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് ആ ഒരു വിഷയത്തിൽ കൂടുതൽ നമുക്കിത് വരാനുള്ളൊരു കാരണം കൂടി ഈ ഒരു വിഷയം വന്നിട്ട് മുഹമ്മദ് റിയാസ് വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ കയറി കമന്റ് പറയുന്ന ഒരാളാണ്. ഇപ്പൊ അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് പറയുന്നു, തായ്ലൻഡിലാണ് എന്നൊക്കെ പറയുന്നു, എന്തോ അവാർഡ് വാങ്ങിക്കാൻ പോയേക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എവിടെയായാലും മുഹമ്മദ് റിയാസ് ഒരു പോസ്റ്റെങ്കിലും ഇടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പക്ഷെ ഈ വിഷയത്തിൽ രാഹുലിനെതിരെ ഇത്രയും ചർച്ചകളും ഇത്രയും
അഴിമതിയുടെയും ആരോപണങ്ങളും ഒക്കെ വന്നിട്ടും ചർച്ച ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആകെ യുവജന നേതാക്കൾ മാത്രമേ ഉള്ളൂ. പക്ഷെ സൈബർ വിങ് ഒക്കെ അത്ര ആക്റ്റീവാണ്. മുഖ്യമന്ത്രി വരെ വന്ന് പറഞ്ഞു കഴിഞ്ഞു, ശിവൻകുട്ടി പറഞ്ഞു, സജി ചെറിയാൻ പറഞ്ഞു, ശ്രീമതി ടീച്ചർ പറഞ്ഞു, ശൈലജ ടീച്ചർ പറഞ്ഞു. കുറച്ചെങ്കിലുമൊക്കെ മഹത്വമുണ്ട്. അവരൊന്നും ഈ കേസ് ഇതുവരെ പെട്ടിട്ടില്ല. ശിവൻകുട്ടിയൊന്നും ഇങ്ങനത്തെ ഒരു തരത്തിൽ പെട്ടിട്ടില്ല. പക്ഷേ അതെ, പക്ഷെ ഈ പറയുന്ന ശ്രീമതി ടീച്ചർ പറഞ്ഞു ഒരു യോഗ്യതയുമില്ലാത്ത ശിവൻകുട്ടിക്ക് ഇല്ലായിരിക്കാം. പക്ഷെ ഈ ശ്രീമതി ടീച്ചർ പെണ്ണാണ് എങ്കിൽ പോലും അവർക്ക് പറയാനുള്ള യാതൊരുവിധ അനഘയും, കിളിരൂരിലെ അനഘയും, കവിയൂരിലെ അനഘയും കിളിരൂരിലെ ഷാരിയും ഒക്കെ വിക്ടിംസ് ആയിട്ട് നമ്മുടെ മുന്നിലുള്ളപ്പോൾ അനഘ എന്ന് പറയുന്ന കവിയൂരിലെ അനഘ എന്ന് പറയുന്ന ആ 15-കാരി മരിച്ച് അവളുടെ കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുമ്പോൾ അത് ആത്മഹത്യയല്ല കൊലപാതകമായിരുന്നു എന്നുള്ളത് പിന്നെ നമ്മൾ തെളിഞ്ഞു. പക്ഷെ ആ ഒരു സമയത്ത് അവള് റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റുമായിട്ട് ചെന്ന് നേതാക്കളെ രക്ഷിക്കാൻ നോക്കിയതും പിന്നെ കിളിരൂരിലെ ഷാരി മരണവെപ്രാളം കൊണ്ടത് ഒരു നേതാവിനെ കണ്ടിട്ട് ആ VIP ശ്രീമതി ടീച്ചറുടെ കൂടെ വന്ന ആരോ അല്ലെങ്കിൽ ശ്രീമതി ടീച്ചർ എന്ന രീതിയിൽ പോലും കഥകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ വെള്ളപൂശപ്പെടേണ്ട ഒരു സ്ത്രീ അല്ല അവർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനിപ്പോഴും കാണുന്നത്. അപ്പോൾ അവർ പോലും വന്നിട്ട് പറയുകയാണ് സ്ത്രീ പീഡകനായ രാഹുലിനെതിരെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇറക്കി. പക്ഷെ അപ്പോഴും നമ്മുടെ ഈ പറയുന്ന മുഹമ്മദ് റിയാസ് സൈലന്റ് ആയിരുന്നു. ഈ സൈലൻസ് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് ഒന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. മുഹമ്മദ് റിയാസ് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ മാത്രം, അല്ലെങ്കിൽ സെക്കൻഡ് ബൈ സെക്കൻഡ് റീൽസും പോസ്റ്ററും ഒക്കെ ആയിട്ട് അങ്ങ് ഐലൻഡിൽ ഇരുന്നാലും ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, ആ സ്വയംബോധ്യം നല്ലതാണ്, ആ സ്വയംബോധ്യം നല്ലതാണ്. അതെ, തെറ്റ് ചെയ്യാത്ത, നമ്മൾ പറഞ്ഞല്ലോ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കല്ലെറിയാണ്ട് മാറി നിൽക്കുന്നത് അയാളുടെ മഹത്വമായിട്ട് തന്നെ കാണാം. ബാക്കി ആ തന്നിലേക്ക് വരുന്ന 4 വിരല് സ്വന്തം മകളുടെ നേരെയും അതല്ലെങ്കിൽ മകളുടെ ഭാവിയെ ചൂണ്ടിക്കൊണ്ടും അല്ലെങ്കിൽ മരുമകനായ മുഹമ്മദ് റിയാസിന് നേരെയാണ് ആ ബോംബ് എന്നുള്ള ഒരു സോഴ്സ് നമുക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ആ റൂമർ വരുമ്പോൾ ഇനി വരാൻ പോകുന്ന, അതായത് ഒരാഴ്ച സമയം വീടി പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പൊട്ടാൻ പോകുന്ന ബോംബ് മുഹമ്മദ് റിയാസിന്റെ നെഞ്ചിലാണോ? അതെ, മുഹമ്മദ് റിയാസിന്റെ നെഞ്ചിലാണോ? അല്ലെങ്കിൽ അവാർഡും ടൂറിസത്തിനുള്ള അവാർഡൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോൾ റിയാസിന് എന്താണ് സ്വീകരിക്കാൻ പോണത്? ആ പടക്കം നെഞ്ചിലിരുന്ന് പൊട്ടുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഗർഭിണിയെ ഉപദ്രവിക്കുകയും ഗർഭിണിയുടെ അടിനാഭിക്ക് ചവിട്ടുകയും ചെയ്ത ക്രിമിനലായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പിണറായി വിജയന് ഇതൊക്കെ തിരുത്തി പറയേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് വരാതിരിക്കട്ടെ കാര്യങ്ങൾ.